491 കഴിഞ്ഞ കളിയിൽ നമ്മൾ ചെക്ക് മേറ്റ് കൊണ്ട് ജയിച്ചു. അപ്പോൾ അപ്പോഴോ 516 നമ്മളെക്കാട്ടിൽ സ്ട്രോങ് ഒപ്പോണൻ്റാണ്. കിങ്സ് പോൺ ഓപ്പണിങ് നമ്മളതേമാതിരി ബേസിക്കായിട്ട് ചെയ്യും. നമ്മളതിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ നമ്മളതിനെ ഡിഫെൻഡ് ചെയ്തു. നമുക്ക് ടേക്ക് ചെയ്യാം, പക്ഷേ ടേക്ക് ചെയ്താൽ ഈ ഇതിനെ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ടേക്ക് ചെയ്യാൻ നമ്മൾ ടേക്ക് ചെയ്യാതിരിക്കണേക്കാണ് നല്ലത്. ഒന്നുകൂടി പ്രൊട്ടക്ഷൻ കൊടുക്കാം. എപ്പോഴും സെൻട്രൽ പോണിനെ പുഷ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നൈറ്റിനെ അറ്റാക്ക് ചെയ്യേണ്ടത് നല്ല എന്താ ചെയ്യുക. പക്ഷേ നമുക്ക് ആദ്യം ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ നൈറ്റിനെ ഈ സ്ക്വയർക്ക് ഇടാം. അതൊക്കെ നല്ലതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ സാധനം വേറെ എന്തിനൊക്കെ അറ്റാക്ക് ചെയ്യണ്ടല്ലോ. ഈ കീനെ നമ്മൾ ശ്രദ്ധിക്കണം. ഓൻ ടേക്ക് ചെയ്യുന്നേ. ഇപ്പോൾ അവന് ടേക്ക് ചെയ്താൽ നമുക്ക് ഇതുകൊണ്ട് നമ്മൾ ടേക്ക് ചെയ്യും. അപ്പോൾ അവന് നൈറ്റ് ടു E5 സാധനത്തിനൊന്നുകൂടി പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ചങ്ങായി വല്ലാത്ത കഷ്ടമാണല്ലോ. എൻ്റെ സാധനമൊക്കെ കണ്ട വെറുതെ കിടക്കാണ്. ഇവിടുന്ന് അനങ്ങാൻ പറ്റണില്ല. എനിക്ക് എന്തോ നല്ല മൂവരട്ടെ ഫാസ്റ്റായിട്ട് അത് കളിച്ച് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുത്തു. അപ്പോൾ പ്രൊട്ടക്ഷൻ അധികമാവുമോ? ഫ്രീ ആയിട്ട് ഇപ്പം എന്തെങ്കിലും ഉണ്ടോ? ഇനി നമ്മൾ അറ്റാക്ക് ഇതിനെ കൊന്നാൽ ഓനതുകൊണ്ട് കൊല്ലും, ഇതുകൊണ്ട് കൊല്ലും, അതുകൊണ്ട് കൊല്ലും. ഇപ്പം നമ്മൾ നൈറ്റ് കൊണ്ട് കൊല്ലും, അപ്പോൾ ഓൻ ഇതുകൊണ്ട് കൊല്ലും. അറിയില്ല, പിന്നെ വരട്ടെ. നൈറ്റ് കൊണ്ട് കൊല്ലുമെന്ന്. ഇപ്പം നമ്മൾ നൈറ്റ് കൊണ്ട് കൊല്ലും. അതാ ബിഷപ്പ് കൊണ്ട് വന്നു, ഓന് നൈറ്റ് കൊണ്ട് വന്നു. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ചെക്ക് മേറ്റ് കൊടുക്കാം. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു കാര്യമുണ്ട്. ഓനക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇവിടെ ചെക്ക് മേറ്റ് കൊടുത്തു, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അല്ല, ഓനക്ക് നൈറ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്യാമല്ലോ. അയ്യേ, ഓനക്ക് പോകണോണ്ട് തന്നെ ബ്ലോക്ക് ചെയ്യാം. അതുകൊണ്ട് കാര്യമില്ല. ഇപ്പം നമ്മളിതിനെ കൊണ്ട് റിട്രീറ്റ് ചെയ്യണം. വെറുതെ ഇതിനെ അറ്റാക്ക് ചെയ്യാമല്ലോ. നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം. ചെക്ക് കൊടുത്തു. ഇത് ഇവിടുത്തെ ഒരു ചെക്ക് മേറ്റിനെ വേണ്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ചെക്ക് മേറ്റ് ചെയ്താൽ നമ്മൾ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്മോദർ ചെക്ക് മേറ്റ് എന്നിട്ടാണ് അതിന് പറയാം. ഇനിയിപ്പോൾ അവന് പോണിനെ ഈ സ്ക്വയർക്ക് പുഷ് ചെയ്യും. നമ്മൾ പോണകളൊക്കെ കണ്ടോ ഒരു ഉപകാരമില്ലാതെ കിടക്കുകയാണ്. ഏതാ കളിച്ച ഇപ്പോൾ ഈ പോണോണ്ട് ടേക്ക് ചെയ്താൽ നമ്മൾ നൈറ്റ് കൊണ്ട് ടേക്ക് ചെയ്യും. നൈറ്റ് കൊണ്ട് ടേക്ക് ചെയ്താൽ അവന് ബിഷപ്പ് കൊണ്ട് ടേക്ക് ചെയ്ത് നമ്മൾ ഇതുകൊണ്ട് ടേക്ക് ചെയ്യും. പിന്നെ ട്രേഡിങ് അധികം നല്ലതല്ല. നമ്മളെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യണില്ല. നമ്മൾ ഈ കളി തോൽക്കാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. ബിഷപ്പ് കൊണ്ട് ടേക്ക് ചെയ്തത് ഇതിൻ്റെ മനസ്സിലായി. ക്വീനിനെ ചങ്ങായി അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതേമാതിരി എൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണമല്ലോ. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തോൽക്കും. നൈറ്റിന് ഇതെങ്ങോട്ട് മൂവ് ചെയ്യാൻ നല്ലത്.
ഈ സ്ക്വയറിനും കൺട്രോൾ കൊടുക്കുന്നുണ്ട്. അതിൽ തോന്നുന്നത് ഇങ്ങോട്ട് മൂവാണല്ലോ. ബിഷപ്പിനെടുത്തു. പിന്നിൻ്റെ ഇതിനെ അറ്റാക്ക് ചെയ്യും. എന്ത് ചെയ്യും? വല്ലാത്ത ഇതിനെ മൂവ് ചെയ്താൽ ഈ പോണ് നമുക്ക് ടേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബിഷപ്പിനെ ടേക്ക് ചെയ്യാൻ പറ്റില്ല എന്തായാലും. പക്ഷേ ബിഷപ്പ് ഇപ്പം നമ്മൾ ഇതിനെ ടേക്ക് ചെയ്യും. നമ്മളിപ്പോൾ എത്ര പോയിന്റ്? 3 പോയിന്റ് പിന്നിലാണ്. പക്ഷേ ചങ്ങായി കണ്ടില്ല, പാവം. കണ്ടോ, ഈ നൈറ്റ് ഇപ്പോൾ നമ്മൾക്ക് ടേക്ക് ചെയ്യാം, ഫ്രീ ആണ്. എന്തുകൊണ്ടും ടേക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് ഇതിന് ഇങ്ങോട്ട് മൂവ് ചെയ്താലോ? പക്ഷേ ഇപ്പോൾ മറ്റു സാധനത്തിന് ടേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ലൊരു മൂവ് ആണെന്നില്ലല്ലോ. ഈ ചങ്ങായി ഇവിടെ കിടക്കണം, ഭയങ്കര ഇതാണല്ലോ. ഇതിനെ ടേക്ക് ചെയ്യാൻ പറ്റില്ല. ക്വീനിനെ എങ്ങനെയാലും കളയണം. ഇവിടെ നമുക്ക് തീരെ പറ്റണില്ലാണ് അവിടെ കിടക്കണം. ഈ ചങ്ങായി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരിക. ക്യാൻസൽ ചെയ്യാൻ പറ്റൂല ഇപ്പോഴേ. അതല്ല ഇപ്പം ഇതിൻ്റെ ഒരു നമ്മൾ ഈ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി. ഈ റുക്കിനെ ഇപ്പോൾ മൂവ് ചെയ്താൽ റുക്കിനെ ഒന്ന് അറ്റാക്ക് ചെയ്യേണ്ടി, റുക്കിനെ മൂവ് ചെയ്യേണ്ടി വരും. പക്ഷെ റുക്കിനെ മൂവ് ചെയ്താലും അവന് പോണിഞ്ഞെടുക്കും. അപ്പോൾ കിങ്ങിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്താൽ പോണിഞ്ഞെടുക്കേ. എന്താ ചെയ്യുക? നല്ലൊരു കളിയാണല്ലോ. പോണിഞ്ഞെടുക്കട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടം കൊണ്ട് ഇവിടെ കൊടുത്ത് ചെക്ക് കൊടുക്കും, എന്നിട്ട് ഈ പോണിഞ്ഞെടുക്കും. പക്ഷെ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നല്ല സൂക്ഷിക്കണം. ചങ്ങായി ഈ പോണിപ്പോൾ പ്രൊട്ടക്റ്റഡ് അല്ല. നമ്മൾ ഈ ചെക്ക് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇതുകൊണ്ട് കളിച്ചുമ്പോൾ നല്ല സൂക്ഷിക്കണം. എന്തുമേ സംഭവിക്കാം. ചെക്ക്. ഫോൺ ആ ബിഷപ്പിനെ കൊണ്ട് മൂവ് ചെയ്തു. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഇത് ഫ്രീ തന്നെ അല്ലേ? ഇതിൻ്റെ നൈറ്റല്ലേ? അപ്പോൾ കുഴപ്പമില്ല, ഫ്രീ തന്നെയാണ് അല്ലേ? വേറെ എന്തെങ്കിലും നല്ല മൂവ് ഉണ്ടോ? ഫ്രീ തന്നെയാണേ. ഫ്രീ അല്ലാതെ പിന്നെന്താ? നമ്മൾ പോണാളെ തിന്നാൻ പോവാണ്. ഇനി ഏതാ നെക്സ്റ്റ് മൂവ്? അടുത്ത അടിപൊളി മൂവ് ഏതാന്ന് പിന്നെ ശ്രദ്ധിക്കണം. ഈ ചങ്ങായിക്ക് ഇത് സുഖമായിട്ട് ടേക്ക് ചെയ്യട്ടോ. പക്ഷെ പൊട്ടം ചെയ്യണില്ല. ചെക്ക് എനിക്ക് കയറിയാണ്. ഇപ്പം എന്തിനേലും കൊന്നോ? ഇല്ല, കൊന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ ചെക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഇപ്പം ചെയ്യുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? യെസ്. അവൾക്ക് ഇതിന് ഇങ്ങോട്ട് കൊടുത്തിട്ട് ചെക്ക് മേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ട് ബ്ലോക്ക് ചെയ്യണം നല്ലത്, അതോ ഇതുകൊണ്ട് ബ്ലോക്ക് ചെയ്യണം നല്ലത്? ഇതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാം. ആ പോണിന് വെറുതെ നടക്കണ്ടല്ലോ. അതാ അപ്പോൾ ഈ ചങ്ങായിക്ക് ഇതിനെ കൊണ്ട് കൊന്നൂടെ? ചേടാ, കണ്ടില്ല. ചെക്ക് മീറ്റടാ. എടാ, തോറ്റു. 451. 450 ഞാൻ ആദ്യം. ഇപ്പോൾ ഫസ്റ്റത്തെ കളി ഞാൻ തോറ്റു. പക്ഷെ കഴിഞ്ഞ കളി ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അതാണ്
ഞാൻ